ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. നമുക്ക് മഴക്കാലമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്നലെ മുതലേ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തൊട്ടേ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. എത്ര വിധം കടികൾ ഉണ്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദോശയോടാണ്. കൂടെ നല്ല തേങ്ങ അരച്ച കടലക്കറിയുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉമ്മ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് ചക്കക്കുരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഉമ്മമ്മയും കൂടെ ഉണ്ടാവും. അവർക്കൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ആവുമല്ലോ ഇഷ്ടം. അതുകൊണ്ട് ചക്കക്കുരു കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മീൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മീനൊക്കെ നന്നാക്കി വന്നപ്പോഴേക്ക് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉമ്മ ചോറൊക്കെ ഊറ്റി വെച്ചു. മീനൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് അയില മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ കറി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉലുവയിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ കറിവേപ്പിലയും കുറച്ച് സവാള അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം തക്കാളി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ വെന്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുത്തിട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മീനും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മീൻ കറി റെഡി ആയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് മൺചട്ടിയിലും കൂടി ഉണ്ടാക്കിയാൽ സൂപ്പറാണ്. ഇനി ചീരാപ്പറങ്കി മുളകൊക്കെ ഇട്ടിട്ട് നല്ല എരിവുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുളക് പറിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു. ചീരാപ്പറങ്കി മുളക് പോയിട്ട് അതിൻ്റെ മരം പോലും കാണാൻ കിട്ടിയില്ല. ഒക്കെ വെയിലത്ത് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ചീരാപ്പറങ്കി മുളക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കാന്താരി മുളകാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചീരാപ്പറങ്കി എന്നാണ് പറയാറുള്ളത്. മുളകും തിരഞ്ഞു പോയി ഞാനിപ്പോൾ ഇവിടെ പൂച്ചെടിക്കായെ നോക്കി നിൽക്കുകയാണ്. പണ്ടൊക്കെ ഇത് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഈ കറുപ്പ് കളറിലുള്ളത് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ നിപ്പയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിക്കാൻ പേടിയാണ്. മുളകും തിരഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് മാമ പിന്നെ അവിടെ പറിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് തന്നു. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടിയും തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ചെറിയുള്ളിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എത്ര എരിവുള്ള പച്ചമുളക് ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു കാന്താരി മുളക് ഇടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാന്താരമുളക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ മുളകിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുള്ളൂ. അതാണ് ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചാലും ആ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഇതുപോലെ അമ്മിയിലൊക്കെ അരക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ അമ്മിയിൽ കുത്തി ചതച്ചിട്ടുണ്ടാക്കണം. അപ്പോഴാണ് ഈ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അങ്ങനെ മുളകും ചെറിയുള്ളിയും കുറച്ച് ഉപ്പും കൂടെ ഈ ഒരു അമ്മിയിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പൂളയൊക്കെ പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ചമ്മന്തി സൂപ്പറാണ്. ഇതിലേക്ക് കുറച്ച് പുളി കൂടെ ഇട്ടാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പുളിയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വെച്ചു. പിന്നെ കഞ്ഞിയിലേക്ക് തന്നെ ചമ്മന്തിയും കുറച്ച് മീൻകറിയും തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പഴങ്കഞ്ഞി കുടിക്കുന്ന സ്റ്റൈലിലാണ് കേട്ടോ കുടിച്ച് നോക്കിയത്. കുറച്ച് ദിവസമായി റീൽസിലൊക്കെ ഇങ്ങനെ പഴങ്കഞ്ഞി കാണുന്നു. അപ്പോഴേ വിചാരിക്കുന്നതാണൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മുറ്റത്ത് കുറച്ച് ചെടി എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ തറവാട്ടിൽ ചെന്നപ്പോൾ എളാപ്പാൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഈ ഒരു കോസ്മോസിൻ്റെ ചെടി മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം ഫുള്ളായിട്ടുണ്ട്. അവരത് പറിച്ച് കളയാൻ നിൽക്കണം. അതിൽ നിന്ന് കുറച്ച് തൈയൊക്കെ പറിച്ച് പിന്നെ ഈ ഒരു നിത്യ കല്യാണിൻ്റെ തൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇതൊക്കെ വെറുതെ ഉണ്ടാവില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വെറുതെ കുഴിച്ചിട്ടതാണ്. ഒരു മണി പ്ലാന്റിൻ്റെ തൈ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വലുതായിട്ടുണ്ട് കേട്ടോ. ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൂടെ ചുറ്റി പിടിച്ചുണ്ടാവാണ്. ഇതിൻ്റെ വലിപ്പം നോക്കിയേ, ഒരാൾക്ക് ചോറ് കഴിക്കാനുള്ള വലിപ്പമുണ്ട് ഇതിൻ്റെ ഒരു ഇലക്ക്. താഴെയുള്ള ഇലകളൊക്കെ ചെറുതാണെങ്കിലും മുകളിലുള്ളത് നല്ല വലിപ്പത്തിൽ തന്നെ ആയി വരുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല. ഈ ഒരു മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. പച്ചമാങ്ങയൊക്കെ ഇട്ട് വെച്ച് ചക്കക്കുരു കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് കറി മാത്രം എടുത്ത് ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാങ്ങയുടെ ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കറിയും കൂടി ഒഴിച്ചു. ചോറിലേക്ക് പിന്നെ അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലും ഒന്ന് നിർബന്ധമാണ്. നല്ല മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടി ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം സിറ്റൗട്ടിലിരുന്ന് മഴയും കണ്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനില്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട വർക്കുകളൊന്നും സ്റ്റിച്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറ്റാത്തതുകൊണ്ട്
ഞാൻ അങ്ങനെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ മുമ്പ് ഉണക്കിയിട്ടുണ്ടായിരുന്ന ആ ചക്ക എടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ രാത്രിക്കത്തേക്ക് ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി രാത്രി 2 ചപ്പാത്തിയും കഴിച്ചു. എത്ര മഴ ആയാലും കുടിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കുപ്പി വെള്ളം ഞാൻ കിടക്കാൻ പോകുമ്പോൾ എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.